التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി ഹർഫുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. മുസന്നിഫ് റഹ്മഹുല്ലാ ഇസ്മിനെക്കുറിച്ചും ഫിയാലിനെക്കുറിച്ചും പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹർഫിനെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. വ അമ്മൽ ഹർഫു, എന്നാൽ ഹർഫാകുന്നത്, വഹുവ, ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ മാ ഒരു കലിമത്താണ്, ദല്ല അതറിയിച്ചു, അല മഅനൻ ഒരു അർത്ഥത്തിൻ്റെ മേൽ, ഫി ഗൈരിഹി അതല്ലാത്തതിനോട് കൂടെയായ നിലയിൽ. അപ്പോൾ ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ മാ ദല്ല അത് അറിയിക്കും, അല മഅനൻ ഒരു അർത്ഥത്തെ അറിയിക്കും, പക്ഷേ ഫി ഗൈരിഹി അതാണ് ഫി ഗൈരിഹി എന്ന് പറഞ്ഞാൽ ആ ഹർഫ് അല്ലാത്തതിനോട് കൂടെയായ നിലയിൽ. വേറൊന്നിൻ്റെ കൂടെ വരുമ്പോഴാണ് അതിൻ്റെ മാന പൂർണ്ണമാവുക. ഫഖത്ത് എത്രമാത്രം, വേറൊന്നിനോട് കൂടെ വരുമ്പോൾ വേറൊന്നിൻ്റെ കൂടെയായ നിലയിലാണ് അതിൻ്റെ മാനയെ അത് പൂർണ്ണമായിട്ട് അറിയിക്കുക എന്ന് സാരം. ഫയറഫു, അപ്പം ഈ ഹർഫിനെ തിരിച്ചറിയാൻ അതിൻ്റെ രണ്ട് ഖസീമുകളെ തൊട്ട്, അഥവാ ഇസ്മിനെയും ഫിയാലിനെ തൊട്ടും വേർതിരിച്ചറിയാനുള്ള മാർഗം മുസന്നിഫ് പറയാണ്. ഫയറഫു, അപ്പോൾ ഈ ഹർഫിനെ അറിയപ്പെടും. എങ്ങനെ അറിയപ്പെടുക? ബി അല്ലാ യഖ്ബല, ആ ഹർഫ് സ്വീകരിക്കുകയില്ല എന്നതുകൊണ്ട്, ഷൈഅൻ മിൻ ഒന്നിനെയും, മിൻ അലാമാത്തിൽ ഇസ്മിൽ മുതഖദ്ദിമ, കഴിഞ്ഞ ദർസുകളിൽ പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ ഇസ്മിൻ്റെ കുറേ അലാമത്തുകൾ പറഞ്ഞല്ലോ, കുറച്ച് അലാമത്തുകൾ. ആ കഴിഞ്ഞു പോയ ഇസ്മിൻ്റെ അടയാളങ്ങളിൽ നിന്നും ഒന്നിനെയും സ്വീകരിക്കുകയില്ല എന്നതുകൊണ്ട് അറിയപ്പെടും. അപ്പോൾ ഇസ്മിൽ ഈ നമ്മളെ മുസന്നിഫ് പറഞ്ഞ അലാമത്തായിക്കോട്ടെ, അതല്ലാത്ത ഇസ്മിൻ്റെ അലാമത്തായിക്കോട്ടെ, അതിനൊന്നും സ്വീകരിക്കൂല, ഒക്കെ നമുക്ക് വെക്കാം. അതേപോലെ വലാ ഷൈഅൻ ഒന്നിനെയും സ്വീകരിക്കുകയില്ല, മിൻ അലാമാത്തിൽ ഫിഅലി, മുമ്പ് നമ്മൾ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഫിഅലിൽ മുതഖദ്ദിമ നമ്മൾ തഖ്ദീർ മുൻപ് പറഞ്ഞ ഫിയാലിൻ്റെ അലാമാത്തുകളിൽ നിന്നോ ഇസ്മിൻ്റെ അലാമാത്തുകളിൽ നിന്നോ ഒന്നിനെയും സ്വീകരിക്കുകയില്ല എന്നതുകൊണ്ട് ഹർഫിനെ യോറഫ് അറിയപ്പെടുമെന്നാണ്. വദാലിക, അതേതുപോലെ നഹ്വു ഹല്ല് പോലെ ഇസ്തിഫാമിൻ്റെ ഹർഫാണല്ലോ ഹൽ. വബൽ പോലെ അത്ഫിൻ്റെ ഹർഫ്, അതിൻ്റെ ഏതൊക്കെ നിലക്ക് വരുന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ അത് ഹല്ല് വബല്ല് അവളൊക്കെ ഹർഫുകളാണ്. അവളൊക്കെ മാനകളെ അറിയിക്കുക എന്ന് പറയുക മറ്റൊന്നിനോട്, അത് ഈ ഹർഫല്ലാത്തതിനോട് കൂടെയായി വരുമ്പോഴാണ്. അതാണ് മുസന്നിഫ് റഹ്മഹുല്ല ഇവിടെ പറഞ്ഞത്. ഇനി മുസന്നിഫ് റഹ്മഹുല്ല വിശദീകരിക്കാൻ പോകുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള ചില കലിമത്തുകളെ സംബന്ധിച്ചാണ്. അത് ഹർഫാണോ അതല്ല ഇസ്മാണോ തുടങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് മുസന്നിഫ് സംസാരിക്കാൻ തുടങ്ങാൻ. വലമ്മ കാന മിനൽ ഹുറൂഫി, ഹർഫുകളിൽ നിന്നുണ്ടായപ്പോൾ, കാന താമിൻ്റെ മാന കൊടുക്കുക, മഖ്തുലിഫ ഫീഹി ഹൽ ഹുവ ഹർഫുൻ ഔ ഇസ്മുൻ, ഹർഫാണോ അത് അതല്ല ഇസ്മാണോ എന്ന അഭിപ്രായ വ്യത്യാസത്തിലായ ചിലത് ഹുറൂഫുകളിൽ നിന്നുണ്ടായപ്പോൾ, അത് ഹർഫാണോ അതല്ല ഇസ്മാണോ എന്ന് ഡൗട്ടാണ്. അപ്പം അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളത് ഹർഫുകളിൽ ഉണ്ടായപ്പോൾ ബയ്യന ദാലിക, മുസന്നിഫ് അതിനെ വിശദീകരിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. ബി ഖൗലിഹി, തൻ്റെ ഖൗല് കൊണ്ട്, പറയൽ കൊണ്ട്. അതായത് എങ്ങനെ, ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ ഐ മിനൽ ഹർഫി, ഹർഫുകളിൽ പെട്ടതല്ല. ചില നുസ്ഖയിൽ മിനൽ ഹറൂഫി എന്നുണ്ട്, ഹർഫുകളിൽ പെട്ടതല്ല. ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ ലൈസ മിനൽ ഹർഫി, ഹറൂഫുകളിൽ പെട്ടതല്ല ഇസ്മാ എന്നുള്ളത്. അപ്പം ഇസ്മാ എന്നുള്ളത് ഹർഫുകളിൽ പെട്ടതല്ല എന്നാണ് ആരുടെ അഭിപ്രായം? ഇബ്നു ഹിഷാം റഹ്മഹുല്ല ഈ ഖത്റുന്നദയിലൂടെ വ്യക്തമാക്കുന്നത്. ഇസ്മാ ബൽ, മറിച്ച് അതെന്താണത്? ഹിയ സർഫു സമാനിൻ, സർഫു സമാനാണ്. അപ്പം ഇസ്മാൻ ബി മൻസിലത്തി മത, മതാൻ്റെ മഅനാക്കുള്ള, മതാൻ്റെ സ്ഥാനത്തുള്ള, മതാൻ്റെ അർത്ഥത്തിനുള്ള സർഫു സമാനാകുന്നു ഇസ്മാ എന്നാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല വിശദീകരിക്കുന്നത്. ഈ അഭിപ്രായം തന്നെ ഈ അഭിപ്രായം ആർക്കൊക്കെ ഉള്ളത് എന്ന് ഷാരിഹി പറയാൻ. ഈ ബൽ ഹിയ സർഫു സമാനിൻ ബി മൻസിലത്തി മത ഇൻദൽ മുബർരിദി വബിനി സറാജി വൽ ഫാരിസി, മുബർറദ് ഇമാമിൻ്റെ അടുക്കലും. അപ്പോൾ
മത്ത എന്നുള്ളത് മത്താൻ്റെ മാനാക്കുള്ള മത്താൻ്റെ സ്ഥാനത്തുള്ള സർഫു സമാനാണ് ഇസ്മ. അപ്പോൾ ഇസ്മാണ് എന്ന അഭിപ്രായമാണ് അൻഡൽ മുബർരിദി. മുബർരിദി എന്നാണ് ചില ഷെയ്ഖന്മാരിന് റാക്ക് കസറായിട്ട് നമ്മൾ കേൾക്കാൻ പറ്റിയത്. ചില സ്ഥലത്ത് മുബറദ് എന്നും ഫത്ഹായിട്ടും കാണുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും മുബർരിദ് ഇമാമും വബ്നു സറാജും വൽ ഫാരിസിയും ഇവരുടെ അഭിപ്രായമാണ് മത്താൻ്റെ മാനാക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്മാ തെക്കും അക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സാധാ നഹ്വിലൊക്കെ സിബവൈഹി ഇമാമിൻ്റെ അഭിപ്രായം ശേഷം പറയുന്നുണ്ട് ഇന്ന് ഷർത്തിയ ഇന്നിൻ്റെ മാനാക്ക. അപ്പോൾ ഇസ്മാ തെക്കും അക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മത്താൻ്റെ മാനാക്കാകുമ്പോൾ മറ്റാ തെക്കും അക്കും എന്ന മാനയായിരിക്കും. എപ്പോഴാണോ ഈ നിൽക്കുക അപ്പം ഞാനും നിൽക്കും. എന്നാൽ വക്കാല സീബവൈഹി ഇമാം പറഞ്ഞു ഇന്നഹ തീർച്ചയായും ഈ ഇസ്മ എന്നുള്ളത് ഹർഫുൻ, അത് ഹർഫാണ്, അല്ലാതെ എന്തല്ല ഇസ്മല്ല. ബി മൻസിലത്തി ഇനി ഷർത്തിയായ ഇന്നിൻ്റെ സ്ഥാനത്തുള്ള ഇന്നിൻ്റെ മാനാക്കുള്ള ഹർഫാകുന്നു ഏത് ഇസ്മ എന്നുള്ളത്. അപ്പോൾ ഇസ്മ തക്കും മക്കും എന്ന് പറയുമ്പോൾ ഇൻ തക്കും മക്കും, നീ നിൽക്കുകയാണെ ഞാൻ നിൽക്കും എന്നർത്ഥമായിരിക്കും. അപ്പോൾ ഇബ്നു ഹിഷാം ഇവിടെ പറയുന്നത് എന്തല്ല, അത് ഹർഫല്ല, ഈ പറഞ്ഞ മത്താൻ്റെ മാനാക്കുള്ളതാണ്. സിബവഹിമിൻ്റെ ഇമാമിൻ്റെ ഒക്കെ അഭിപ്രായം ഷർത്തിയായ ഇന്നിൻ്റെ മാനാക്കുള്ള ഹർഫാണെന്നാണ്. അതൊക്കെ നഹ്വുല് അതനുസരിച്ചാണ് നമ്മൾ പഠിക്കാറുള്ളത്. വകദ ഇപ്രകാരം തന്നെയാണ് മഹ്മ എന്നുള്ളതും. ഫ ഇന്നഹ അപ്പോൾ തീർച്ചയായും ഈ മഹ്മ എന്നുള്ളത് ഇസ്മാണ് ഇൻദൽ ജുംഹൂർ ഭൂരിഭാഗത്തിൻ്റെ അടുക്കലും അത് ഇസ്മാണ്. അതെന്താണ് അങ്ങനെ ഇസ്മെന്ന് പറയാൻ കാരണം? ഒരു ബി ദലീലി തെളിവ് പിടിച്ചുകൊണ്ടാണ്. ഔദി ദമീരി ഇലൈഹ എന്ന് പറഞ്ഞാൽ ഇല മഹ്മ, ഈ മഹ്മയിലേക്ക് ദമീർ മടങ്ങുന്നു എന്ന് തെളിവ് പിടിച്ചുകൊണ്ട് ഭൂരിഭാഗത്തിൻ്റെയും അടുക്കൽ അത് ഇസ്മാകുന്നു. കാരണം ഇസ്മിലേക്കല്ല ദമീർ മടങ്ങുക, ഹർഫിലേക്ക് ദമീർ മടങ്ങൂലോ. എവിടെ? ഫി ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലിൽ മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയ. മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയ, നീ എന്തൊരു ദൃഷ്ടാന്തം ഞങ്ങളെ മായാജാലത്തിൽ പെടുത്താൻ വേണ്ടി നീ എന്തൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും ശരി, മഹ്മാ തഅ്തിനാ ബിഹി എന്തൊന്ന് നീ കൊണ്ടുവന്നാലും ശരി, മിൻ ആയ ദൃഷ്ടാന്തം. അപ്പോൾ എന്തൊരു ദൃഷ്ടാന്തം നീ കൊണ്ടുവന്നാലും ശരി. അപ്പോൾ ബിഹീൻ്റെ ഹി മടങ്ങുന്നത് അത് ബിഹിയുടെ ഹാ മടങ്ങുന്നത് മഹ്മയിലേക്കാണ്. അപ്പോൾ ദമീറാവട്ടെ ഇസ്മിൻ്റെ മേലല്ലാതെ മടങ്ങൂലാലോ. അപ്പം മഹ്മ എന്നുള്ളത് ഇത് ഇസ്മാണ് എന്നാണ് ഇസ്മാണ് എന്നാണ് ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. എന്നാൽ വക്കീല പറയപ്പെട്ടു ഹിയ ഹർഫുൻ, ഈ മഹ്മ എന്നുള്ളത് ഹർഫാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതായത് ഇന്നിൻ്റെ ഷർത്തിയായ ഇന്നിൻ്റെ മാനാക്കുള്ള ഹർഫാണ് എന്ന് പറയപ്പെട്ടവരുണ്ട്. ഈ അഭിപ്രായക്കാരാണ് സുഹൈലിയും ഇബ്നു യസ്ഊനും എന്ന് ഷർഹുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നിൻ്റെ മാനാക്കുള്ള ഹർഫാണ് നഖീല. ഹർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇന്നിൻ്റെ മാനാക്കുള്ള ഷർത്തിയ ഇന്നിൻ്റെ മാനാക്കുള്ള ഹർഫാണ് എന്ന അഭിപ്രായക്കാരാണ്. അതാണ് അതിൻ്റെ അഭിപ്രായക്കാരാണ് സുഹൈലിയു ഇബ്നു യസ്ഊനും. അപ്പോൾ ഏതായാലും ഇബ്നു ഹിശാം ഇവിടെ മഹ്മയും ഇദ്മയും ഹർഫല്ല എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത് പറയാണ് ബൽ എന്ന് മാത്രമല്ല യകൂനു മിനൽ ഹുറൂഫി, അസഹായ അഭിപ്രായത്തിൽ ഹർഫുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു മൽ മസ്ദരിയ. എന്നാൽ മാൽ മസ്ദരിയ അത് ഹർഫുകളിൽപ്പെട്ടതാണ്. ഇബ്നു ഹിശാം പറയാണ് ആദ്യം പറഞ്ഞതൊക്കെ ഹർഫുകളിൽ പെട്ടതല്ലെങ്കിൽ എന്നാൽ ബൽ യകൂനു മിനൽ ഹുറൂഫി, എന്നാൽ ഹർഫുകളിൽപ്പെട്ടതാകുന്നു മൽ മസ്ദരിയ, മസ്ദരിയായ അത് ഹർഫുകളിൽപ്പെട്ടതാകുന്നു എന്നാണ്. എന്താണ് ഈ മസ്ദരിയായ മാ എന്ന് പറഞ്ഞാൽ? വഹിയ, ഈ മസ്ദരിയായ മാ എന്ന് പറഞ്ഞാൽ അല്ലത്തി യാതൊന്നാണ്. യുസ്ബഖു കോർത്തെടുക്കപ്പെടും മിൻഹ ആ മസ്ദരിയായ മായിൽ നിന്ന് മാ ബഅദഹ ആ മസ്ദരിയായ മാക്ക് ശേഷമുള്ള ഒന്നിനോട് കൂടെ എന്ന് പറഞ്ഞാൽ മസ്ദരിയായ മാൻ്റെ സില, ഹർഫിയായ മൗസൂല നമ്മൾ പറയലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സില ഉണ്ടാവും. ആ സിലയോടൊപ്പം മസ്ദരിയായ മാനെയും കൂട്ടി കോർത്തെടുക്കപ്പെടും മസ്ദറുൻ. എന്തിനെടുക്കപ്പെടുക? മസ്ദറുൻ, മസ്ദറിനെടുക്കപ്പെടും. വഹിയ ഈ മസ്തരിയായ മാ എന്ന് പറഞ്ഞാൽ അല്ലത്തി യാതൊന്നാണ്. യുസ്ബഖു എടുക്കപ്പെടും മിൻഹ മസ്തരിയായ മായിൽ നിന്നും മാ ബഅദഹ അതിന് ശേഷമുള്ള അതിൻ്റെ സിലയോട് കൂടെ മസ്ദറുൻ, മസ്ദറിനെ എന്ത് എടുക്കപ്പെടും. എന്നാൽ ഈ സീബവൈഹി ഇമാമിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ ഇത് അന്നിൻ്റെ മാനാക്കുള്ള ഹർഫാണ്. സീബവൈഹി ഇമാം പറഞ്ഞത് മസ്തരിയായ അന്നിൻ്റെ മാനാക്കുള്ള ഒരു ഹർഫാണ് എന്ന അഭിപ്രായക്കാരാണ് സീബവൈഹിയും.
അന്. അപ്പോൾ നമ്മൾ മൽ മസ്തരിയുടെ അർത്ഥം വെക്കുമ്പോൾ വദ്ദു നഹവ് ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഖൗല് പോലെ. നഹവ് എന്നുള്ളത് കളയപ്പെട്ട ഉത്താൻ്റെ ഒരു ഖബറാക്കണം. വദാലിക എന്ന് നമ്മൾ തഖ്ദീർ ചെയ്യുക. വദാലിക നഹവ് ഖൗലിഹി തആല, അത് ഇതുപോലെ അള്ളാഹുവിൻ്റെ ഖൗല് പോലെ. വദ്ദു മാ അനിത്തും, അപ്പോൾ എന്താ അർത്ഥം? അവിടെ മസ്തരിയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിൻ്റെ സിലയാണ് അനിത്തും. അപ്പോൾ നമ്മൾ തെവിൽ ചെയ്യണം, അത് മസ്തർ എടുക്കുക. വദ്ദു ഐ അനത്തക്കും, അനത്തക്കും എന്ന് പറഞ്ഞാൽ മശക്കത്തക്കും അർത്ഥം, ബുദ്ധിമുട്ട്. വദ്ദു അവർ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് മശക്കത്തുണ്ടാവുന്നതിന്. അപ്പോൾ ഇവിടെ ഈ മസ്തരിയായ അത് ഹർഫാണ് എന്ന അഭിപ്രായമാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് മുന്തിക്കുന്നത്. അതന്നെ സിബവഹിമാവ് പറഞ്ഞത് മസ്തരിയായ അന്നുണ്ടല്ലോ, അതേ മായൻ തന്നെ. വക്കീല പറയപ്പെട്ടു ഹിയ, ഈ മാ എന്നുള്ളത് ഇസ്മുൻ, അത് ഇസ്മാണ്. ബിമാനല്ലതി, അല്ലദീൻ്റെ മാനാക്കുള്ള ഇസ്മാണ്, അല്ലദീൻ്റെ മാനാക്കുള്ള ഇസ്മാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ മാലായാക്കള് ബുദ്ധില്ലാത്തതിൻ്റെ മേൽ ഉപയോഗിക്കുന്നതായ അല്ലദീൻ്റെ മാനാക്കുള്ള ഒരു ഇസ്മാണ് എന്ന അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായക്കാരാണ് ഇതിൻ്റെ അഭിപ്രായക്കാർ അഖ്ഫശി ഇമാമിൻ്റെയും ഇബ്നു സറാജിൻ്റെയും അഭിപ്രായമാണ് ഇത് ഇസ്മാണ്, അല്ലദീന മാനാക്കുള്ള ഇസ്മാന്നുള്ളത്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം അവർ അടിസ്ഥാനത്തിൽ എങ്ങനെ വെക്കണം? വദ്ദുല്ലദീ അനിത്തുമൂഹു. അപ്പോൾ ആയുധ അവിടെ തക്ദീർ ചെയ്യണം. അല്ലത് ഇസ്മാകുമ്പോൾ ആയുധം ഉണ്ടാവണമല്ലോ, അത് നേരെ മറിച്ച് ഹർഫിയായ മൗസൂലാകുമ്പോൾ ആയുധം ഉണ്ടാവില്ല. അപ്പോൾ വദ്ദുല്ലദീ അനിത്തുമൂഹു എന്നായിരിക്കും അവരുടെ മദ്ഹബ് അനുസരിച്ച് വെക്കേണ്ടത്. വീണ്ടും ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് പറയുന്നു, വകദ പ്രകാരം തന്നെ യകൂനു മിനൽ ഹുറൂഫി, ഹർഫുകളിൽപ്പെട്ടതാകുന്നു ലമ്മ റാബിത്തത്തു, റാബിത്തായ ലമ്മ, ബന്ധിപ്പിക്കുന്ന ലമ്മ. ആരെ? ലി വുജൂദി ഷൈഇൻ, ഒരു ഷൈഇ ഉണ്ടാവലിനെ ബന്ധിപ്പിക്കുക. അതിനോട് ബി വുജൂദി ഗൈരിഹി, ആ ഷൈ അല്ലാത്ത ഒന്ന് ഉണ്ടാവലിനോട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? ലമ്മ, അതായത് ഉദാഹരണം താഴെ കൊടുത്ത ലമ്മ ജാഅനി സെയ്ദുൻ, സെയ്ദ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ അക്റംതുഹു, അവനെ ഞാൻ ആദരിച്ചു എന്നാണല്ലോ. അപ്പോൾ എന്താ? ലമ്മ റാബിത്തത്തു ലി വുജൂദി ഷൈഇൻ, ഒരു ഷൈഇ ഉണ്ടാവലിനെ. അതേതാ? അതായത് ഈ ഇക്റാം ഉണ്ടാവൽ, ആദരിക്കൽ, അതായത് രണ്ടാമത്തെ ജുംലൻ്റെ മദ്മൂൻ, ആ രണ്ടാമത്തെ ജുംലൻ്റെ അഥവാ ആദരിക്കുക എന്നുള്ളതിനെ എന്താക്കാണ്? ഒന്നാമത്തെ ജുംലൻ്റെ മദ്മൂൻ, അതായത് വരിക എന്നുള്ള വരൽ എന്നുള്ള ആ മദ്മൂൻ ആശയത്തോട് എന്താണ്? ബന്ധിപ്പിക്കാൻ. അപ്പോൾ അവിടെ ഈ ബന്ധിപ്പിക്കൽ ശരിക്കും ഇർത്തിബാത്ത് ഒരു സബബിയായ ഇർത്തിബാത്താണ്. കാരണം അഥവാ ഈ നീ എന്താണ് വന്നു എന്ന കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ആദരിച്ചത്, അതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ജുംലൻ്റെ മദ്മൂനിനെ ഉള്ളടക്കത്തെ ഒന്നാമത്തെ ജുംലയായ മനസ്സിലാൻ വേണ്ടി ഉദാഹരണം ജാഅനി സെയ്ദുൻ, ആ മജീഇനോട് എന്ത് ചെയ്തു? ബന്ധിപ്പിച്ചു. രണ്ടാമത്തെ ജുംലൻ്റെ മദ്മൂനിനെ ഒന്നാമത്തെ ജുംലൻ്റെ മദ്മൂൻ ഉള്ളടക്കത്തോട് ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദരിക്കലിനെ വരിക എന്നുള്ളതിനോട് ബന്ധിപ്പിച്ചു. അപ്പോൾ ഈ ബന്ധിപ്പിക്കലൊരു സബബിയാണ്, കാരണം എന്നുള്ളൊരു ബന്ധിപ്പിക്കലാണ്. അപ്പോൾ എന്തുണ്ട്? ഷർത്തിൻ്റെ ഹർഫിനോട് ഒരു ഷബീഹത്ത് സാദൃശ്യത ഉണ്ട് എന്നൊക്കെ ശാരിഹീങ്ങൾ പറയാറുണ്ട്. നോക്കുക, നഹവു ഇതുപോലെ വായിച്ച മനസ്സിലായിണ്ടാവും, മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ലമ്മ റാബിത്തത്തു ലി വുജൂദി ഷൈഇൻ, ഒരു കാര്യം, ഒരു ഷൈ ഉണ്ടാവലിനെ ബന്ധിപ്പിക്കുക. ബി വുജൂദി ഗൈരിഹി, ആ ഷൈ അല്ലാത്തത് ഉണ്ടാവലിനോട്, അതല്ലാത്തത് ഉണ്ടാവലിനോട് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നഹു ലമ്മ ജാഅനി സെയ്ദുൻ അക്റംതുഹു എന്ന് പറയുമ്പോൾ ഫഇന്നഹ, അപ്പോൾ തീർച്ചയായും ലമ്മ റബത്തത്ത്, അത് ബന്ധിപ്പിച്ചു വുജൂദൽ ഇക്റാമി, അതാണ് ലി വുജൂദി ഷൈഇൻ അങ്ങോട്ട് വുജൂദൽ ഇക്റാമി, ആദരിക്കൽ ഉണ്ടാവുക എന്നുള്ളതിനെ ബന്ധിപ്പിച്ചു. ബി വുജൂദിൽ മജീഇ, വിരൽ ഉണ്ടാവലിനോട്, അതാണ് ബി വുജൂദി ഗൈരിഹി എന്ന് പറഞ്ഞാൽ ബി വുജൂദിൽ മജീ വരുക, വിരൽ ഉണ്ടാവലിനോട്. അപ്പോൾ ഒരു കാരണം, സബബിയായ ഒരു ബന്ധിപ്പിക്കലാണത്. എന്നാൽ വക്കീല പറയപ്പെട്ടു ഹിസ്മുൻ, ഇതൊരു ഇസ്മാണ്. വക്കീല പറയപ്പെട്ടു ഹിയ, ഇത് ഇസ്മു സർഫിൻ, ഇത് സർഫിൻ്റെ ഇസ്മാണ്. ബിമാന ഹീന, ഹീനൻ്റെ മാനാക്കുള്ള, അതാണ് ഫാരിസി ഇമാമിൻ്റെയും മറ്റുള്ളവരുടെ അഭിപ്രായമെന്ന് സുറാഹുകൾ പറഞ്ഞത് കാണാൻ പറ്റും. അതായത് ഹീനൻ്റെ മാനാക്കുള്ള സർഫിൻ്റെ ഇസ്മാണ് എന്ന അഭിപ്രായമുണ്ട്, ഹർഫല്ല. ഇനി മൊത്തത്തിൽ പറയുകയാണ് ഷാരിഹ് പറയാം, ഫഹാത്താനിൽ കലിമത്താനി, ഈ അവസാനം പറഞ്ഞ രണ്ട് കലിമത്തുകളുണ്ടല്ലോ, അഥവാ മൽ മസ്ദരിയെയും ലമ്മർ റാബിത്തയും, അത് ഹർഫാനി,
രണ്ട് ഹർഫുകളാകുന്നു. വല്ലൗവലത്താനി ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതാ ഇസ്മയും മഹ്മയും അത് ഇസ്മാനി രണ്ട് ഇസ്മകളുമാകുന്നു. ഫിൽ അസഹി അസഹായ അഭിപ്രായ മിനൽ ഖൗലൈനി രണ്ട് ഖൗലുകളിൽ നിന്നും അസഹായ അഭിപ്രായത്തിൽ ഫീഹിന്ന ഫീഹിന്ന എന്ന് പറഞ്ഞാൽ ഹിന്ന ഫി ഹാദിഹിൽ കലിമാത്തിൽ അർബഅ എന്ന് വെക്കണം. ഈ 4 കലിമത്തുകളിലും പറയപ്പെട്ട രണ്ട് കൗലുകളിൽ നിന്ന് അസഹാഭിപ്രായം അനുസരിച്ച് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഇസ്മയും മഹ്മയും ഇസ്മും അതുപോലെ തന്നെ മസ്തരിയായ മാവും ലമ്മർ റാബിത്തയും ഹർഫുമാകുന്നു എന്നാണ് അവിടെ കൊടുക്കുന്നത്. കമാ തഖദ്ദമ എന്ന് പറഞ്ഞാൽ കമാ തഖദ്ദമ മുഫസ്സലൻ വിശദമായിട്ട് മുമ്പേ വിശദീകരിച്ചതുപോലെ. ഇനി ഹർഫിൻ്റെ ഹുക്മ് പറയാണ് മുസന്നിഫ്. നോക്കുക, വജമീഉൽ ഹുറൂഫ് എല്ലാ ഹർഫുകളും മബ്നിയത്തുൻ അത് മബ്നിയാണ്, ഇജ്മാ കൊണ്ട് മബ്നിയാൻ. ലാ ഹസന ലാ നസീബ ലിശൈഇൻ മിൻഹ അതിൽ നിന്ന് ഫിൽ ഇറാബി ഇറാബിൽ അതിൽ നിന്ന് ഒരു ലാ നസീബ ലിശൈഇൻ ഒരു ഓഹരിയുമില്ല, ഒന്നിനും ഒരു ഹസ്സ എന്ന് പറഞ്ഞാൽ ലാ നസീബ ഒരു ഓഹരിയുമില്ല, ലിശൈഇൻ ഒന്നിനും മിൻഹ ആ ഹർഫുകളിൽ നിന്നുള്ള ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ ഒരു ഓഹരിയും ഒരു പങ്കും അവർക്കില്ല. അത് കാരണം ഒക്കെ മബ്നിയായിരിക്കും, മുറബല്ല എന്നർത്ഥം. അതോടുകൂടി അതിൻ്റെ ചർച്ച അവസാനിച്ചു. ഇനി അൽ കലാമു വമാ യതഅല്ലഫു മിൻഹു ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ. ബാറക്കല്ലാഹു ഫീക്കും.